എല്ലാവർക്കും ET ടോക്സിലേക്ക് സ്വാഗതം. ഇവിടെ നിന്ന് ഗൾഫിലേക്ക് പോകുന്ന 10-ൽ 8 പേരുടെയും ഏറ്റവും വലിയ സ്വപ്നം എന്ന് പറയുന്നത് നല്ലൊരു വീട് പണിയുക എന്നതായിരിക്കും. ഈ വീട് പണിക്ക് ശേഷം നല്ലൊരു കാറ് വാങ്ങുക, പിന്നെ മക്കളുടെ പഠനം, പിന്നെ മക്കളുടെ വിവാഹം എന്നിങ്ങനെ ഓരോരോ ആവശ്യങ്ങളുമായി പ്രവാസ ജീവിതം ഇങ്ങനെ ഗൾഫിൽ തുടരുകയായിരിക്കും. പിന്നീട് പ്രവാസ ജീവിതം അവസാനിപ്പിക്കണമെന്ന് കരുതുമ്പോൾ കുറെ ആരോഗ്യ പ്രശ്നങ്ങൾ മാത്രമായിരിക്കും ബാക്കിയുണ്ടാവുക. ഇതിൽ ഏറ്റവും കൂടുതൽ തുക ചിലവാകുന്നത് വീട് പണിക്കാണ്. ഒരു പ്രവാസിയുടെ സമ്പാദ്യമാണോ വീട്, അതോ അവരുടെ ജീവിതം തന്നെ ഹോമിക്കേണ്ടി വരുന്ന വലിയൊരു കെണിയാണോ എന്നതാണ് ഇന്ന് നമ്മൾ ET ടോക്സിൽ ചർച്ച ചെയ്യുന്നത്. നമസ്കാരം ഷിന സാർ. നമ്മൾ ഇവിടുന്ന് പോകുന്ന ഗൾഫിലേക്ക് പോകുന്ന പ്രവാസികൾ ഏറ്റവും കൂടുതൽ പറയുന്ന അവരുടെ ഒരു ആഗ്രഹം നല്ലൊരു വീട് പണിയുക എന്നതാണ്. ഈ വീട് പണിഞ്ഞു കഴിഞ്ഞാൽ പിന്നെ അവർക്ക് തിരിച്ചു വരാനും പറ്റില്ല, അവരൊരു ട്രാപ്പിലായി പോവുകയാണ്. ഇതിനെക്കുറിച്ച് സാറിന് എന്താണ് പറയാനുള്ളത്? അല്ല, ആഗ്രഹങ്ങളാണ് നമ്മുടെ ജീവിതത്തിന് മുന്നോട്ട് നയിക്കുന്നത്. നമുക്ക് തീർച്ചയായിട്ടും ഒരു നല്ല വീട് എന്ന ആഗ്രഹം ഇത്ര മോശം കാര്യമൊന്നുമല്ല. വീടിനെ കുറിച്ച് ആഗ്രഹിക്കാം. പക്ഷേ ചില ആഗ്രഹങ്ങൾ നമ്മളെ മൊത്തത്തിൽ വിഴുങ്ങുമെന്ന് കണ്ടു കഴിഞ്ഞാൽ നമ്മൾ 2 തവണ ചിന്തിക്കണം. ഇപ്പോൾ ക്രിസ്ത്യൻ ഉപയോഗിച്ചൊരു വാക്കുണ്ട്, ജീവിതം വീടിന് വേണ്ടി ഹോമിക്കുകയാണോ എന്ന് പറയുന്ന സാധനം. റിയലി ചില പ്രവാസികൾ എന്ന് പറഞ്ഞാൽ അല്ലെങ്കിൽ ഭൂരിഭാഗം പ്രവാസികളും അവരുടെ ജീവിതകാലത്തിൻ്റെ ഒരു നല്ല പങ്ക് ഒരു വീടിന് വേണ്ടിയാണ് ചിലവഴിക്കുന്നത്. നമ്മളത് പറയുകയാണെങ്കിൽ ഒരു 45 ഡിഗ്രി ചൂടുള്ള സൗദി അറേബ്യയിലും UAE-യിലും വർക്ക് ചെയ്യുന്ന ആളുകൾ എന്തിനു വേണ്ടി വർക്ക് ചെയ്യുന്നത്? നാട്ടിൽ ചില മൺകട്ടകൾ ഉണ്ടാക്കാൻ വേണ്ടിയിട്ടാണ്. എന്നുവെച്ചാൽ ഒരു കോൺക്രീറ്റ് കൂമ്പാരം ഉണ്ടാക്കാൻ വേണ്ടിയിട്ടാണ് അവർ ഈ 45 ഡിഗ്രി ചൂടിൽ. ഞാൻ പറഞ്ഞ സാധാരണക്കാരായ പ്രവാസികളെ കുറിച്ചാണ്. മാക്സിമം പോയാൽ ഒരു 50,000-ൻ്റെ 1 ലക്ഷത്തിൻ്റെ ഇടയിൽ, അല്ലെങ്കിൽ ഒരു 25,000-ൻ്റെ 1 ലക്ഷത്തിൻ്റെ ഇടയിൽ സാലറിയുള്ള സാധാരണക്കാരെ കുറിച്ച് പറയുന്നു. അപ്പോൾ അവരവിടെ വെയിൽ കൊള്ളുന്ന മുഴുവൻ എന്തിനാണ്? ഇവിടെ നാട്ടിൽ ഒരു വീടുണ്ടാക്കാൻ വേണ്ടിയിട്ടാണ്. അപ്പോൾ അങ്ങനെ ഒരു വീടുണ്ടാക്കുമ്പം ഇപ്പോൾ ഗൾഫിലുള്ള ഒരാൾക്ക് ഒരു 50 ലക്ഷത്തിൻ്റെ വീട് അയാൾ നാട്ടിൽ ഉണ്ടാക്കുകയാണെങ്കിൽ ഏകദേശം ഒരു 20 വർഷം അയാൾ പ്രവാസിയായിട്ട് താമസിക്കണം. 50 ലക്ഷത്തിൻ്റെ വീടുണ്ടാക്കാൻ 20 വർഷം അയാൾ പ്രവാസിയായിട്ട് താമസിക്കണം. കാരണം 50 ലക്ഷത്തിൻ്റെ ഒരു ലോണ് 20 വർഷം കൊണ്ട് അടച്ചു തീർക്കുമ്പോൾ അത് ഒരു കോടിക്കപ്പുറമായിരിക്കും. എന്ന് വെച്ചാൽ 50 ലക്ഷത്തോളം തന്നെ നമ്മൾ പലിശ ഇനത്തിലും കൊടുത്തിട്ടുണ്ടായിരിക്കും. അപ്പം ആ 1 കോടി അടച്ചു തീർക്കുമ്പോഴേക്കും അയാളുടെ 20 വർഷം, അയാളുടെ ജീവിതത്തിൻ്റെ 20 വർഷം കടന്നു പോകും. ഇനിയിപ്പോൾ അതിൽ തീരുമോ? ഇല്ല. വീടുണ്ടാക്കി കഴിഞ്ഞു. ആദ്യം തന്നെ ഗൾഫിൽ പോയി കഴിഞ്ഞാൽ എവിടെന്നെങ്കിലും ഒരു പെണ്ണോ കണ്ട് കല്യാണം നടത്തും. അപ്പോൾ കല്യാണ ചിലവ് അവിടെ ഉണ്ട്. കല്യാണം കഴിഞ്ഞ ഉടൻ തന്നെ വീടിൻ്റെ പണി തുടങ്ങും. വീടിൻ്റെ ചിലവായി. വീടിൻ്റെ ചിലവ് കഴിഞ്ഞ് അപ്പോഴേക്കും എന്തായിരിക്കും? മകളുടെ കല്യാണം, അല്ല അതിന് മുന്നേ വിദ്യാഭ്യാസം വരും, അതിനൊരു ചിലവ് വരും. പിന്നെ മകളുണ്ടെങ്കിൽ മകളുടെ കല്യാണം, അങ്ങനെ ഒരു ചിലവ് വരും. അപ്പോൾ നമുക്കിത് കൊല്ലങ്ങളിലൂടെ കണക്കൂട്ടി നോക്കുകയാണെങ്കിൽ കല്യാണത്തിന് വേണ്ടി ആദ്യത്തെ ഒരു 2 വർഷം കല്യാണത്തിന് വേണ്ടി മാറ്റിവെച്ചു. പിന്നെ 20 വർഷത്തോളം വീടിന് വേണ്ടി മാറ്റിവെച്ചു. അതിനിടയിൽ കുട്ടികളുടെ വിദ്യാഭ്യാസം എന്ന് പറഞ്ഞാൽ ഒരു 3 മുതൽ 5 വർഷം വരെ അങ്ങനെയും മാറ്റിവെച്ചു. പിന്നെ മകളുടെ കല്യാണം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരു 7 വർഷമെങ്കിലും, കാരണം ഇപ്പോൾ ഒരു 50 പവനൊക്കെ സാധാരണമാണ്. അപ്പോൾ ഒരു 7 വർഷം അങ്ങനെയും മാറ്റിവെച്ചു. എല്ലാം കൂടി എങ്ങനെ വന്നാലും ഒരു 30 വർഷം പ്രവാസി അവിടെ കഷ്ടപ്പെട്ട് പണിയെടുക്കുകയാണ്. സാധാരണക്കാരനായ പ്രവാസി കഷ്ടപ്പെട്ട് പണിയെടുക്കുകയാണ്. ഇനി അയാൾ തിരിച്ചു വന്നാലോ? കടമെല്ലാം വീട്ടിലെത്തി തിരിച്ചു വരുമ്പോൾ അയാൾക്ക് മനസ്സമാധാനത്തോടെ ആ വീട്ടിൽ കിടന്നുറങ്ങാൻ പറ്റുമോ? കാരണം അയാൾക്ക് ആരോഗ്യ പ്രശ്നങ്ങൾ കാണും, മാനസിക സമ്മർദ്ദങ്ങൾ കാണും. അയാളുടെ ജീവിതം വാസ്തവത്തിൽ ഇങ്ങനൊരു ലോക്കിൽ കുടുങ്ങി കിടക്കുകയാണ്. തീർച്ചയായിട്ടും ഈ ലോക്കിന് കാരണമാകുന്ന ഏറ്റവും വലിയ കാരണങ്ങളിൽ എന്ന് പറയുന്നത് ഈ വീട് എന്ന് പറയുന്ന സംഗതി തന്നെയാണ്. ബാക്കിയെല്ലാം ഒരുവിധം മാനേജ് ചെയ്യാൻ പറ്റും, പക്ഷെ വീട് എന്ന് പറയുന്നത് വലിയൊരു ലോക്കാണ്. അപ്പോൾ അത് പ്രവാസി തിരിച്ചറിയണം. അപ്പോൾ വീട് ഉണ്ടാക്കുമ്പോൾ ആ വീട് എന്നെ എന്തെങ്കിലും സാമ്പത്തികമായി ട്രാപ്പിലാക്കുമോ, അല്ലെങ്കിൽ എനിക്കിപ്പോൾ ഉള്ള സാമ്പത്തിക സ്വാതന്ത്ര്യം ഇല്ലാതാക്കുമോ എന്ന് ചിന്തിച്ചിട്ട് വേണം വീടിനെ കുറിച്ച് ചിന്തിക്കാൻ. ഇപ്പോൾ ഒരു ആള് ഗൾഫിൽ പോയി കഴിഞ്ഞ് ലീവിന് നാട്ടിൽ വന്നു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ഇപ്പോൾ വീടില്ലെങ്കിൽ അവർ ചോദിക്കുക, ഇത്രയും നാൾ ഗൾഫിൽ നിന്നിട്ട് ഒരു വീട് പോലും ഉണ്ടാക്കിയില്ല എന്നുള്ളൊരു ചോദ്യമായിരിക്കും. ഇതൊരു വലിയൊരു സോഷ്യൽ പ്രഷറാണല്ലോ. ഇതിനെ എങ്ങനെയാണ് ഒരാൾക്ക് മറികടക്കാൻ പറ്റുക? ഇത് നമ്മുടെ ജീവിതമാണ്. നമ്മൾ വീടുണ്ടാക്കുന്നത് എന്തിനാണ്? ഇപ്പം നാട്ടുകാർ ചോദിക്കും, അപ്പോൾ നാട്ടുകാരെ ബോധിപ്പിക്കാനാണ് നമ്മൾ വീടുണ്ടാക്കുന്നത്. സോഷ്യൽ പ്രഷർ എന്ന് പറയുമ്പോഴും നമ്മൾ റിയാലിറ്റി ആക്സെപ്റ്റ് ചെയ്യണം. കാരണം എന്താ റിയാലിറ്റി? നമ്മുടെ ലൈഫാണ് അവിടെ കൊണ്ടുപോയി കളയാൻ പോകുന്നത്. ഒരു കല്യാണം കഴിച്ചിട്ട് ഭാര്യയും ഭർത്താവും, ഭാര്യ ഇവിടെയും ഭർത്താവ് അവിടെ. മക്കൾക്കാണെങ്കിൽ ഇവരോട് യാതൊരു ഇമോഷണൽ അറ്റാച്ച്മെൻറ്റും ഉണ്ടാവില്ല. കാരണം എന്താ?
മക്കൾക്ക് പണം തരാനുള്ള ATM മെഷീൻ മാത്രമാണ്. എനിക്ക് മൊബൈൽ വേണം, എനിക്ക് സൈക്കിൾ വേണം, എനിക്ക് സ്കൂട്ടർ വേണമെന്ന് വിളിച്ചു പറയാനുള്ള ഒരു മെഷീൻ മാത്രമാണ്. ഇവർ തമ്മിൽ ഒരു ഇമോഷണൽ അറ്റാച്ച്മെൻറ്റ് വരുന്നില്ല. അപ്പോൾ തീർച്ചയായിട്ടും ഇത് നമ്മുടെ ജീവിതത്തിൻ്റെ കാര്യമായതുകൊണ്ട് വീടുണ്ടാക്കുന്ന ഒരിക്കലും നാട്ടുകാർക്ക് വേണ്ടിയല്ല, നമുക്ക് വേണ്ടി ആയതുകൊണ്ട് വീടുണ്ടാക്കുമ്പോൾ ഒന്ന് നല്ലപോലെ ചിന്തിക്കുന്നത് നല്ലതാണ്. ഞാൻ വളരെ സിമ്പിൾ ഉദാഹരണം പറയാം. നമ്മുടെ പത്തനംതിട്ടയിലുള്ള ഒരാൾ 15 വർഷം ഗൾഫിൽ കഷ്ടപ്പെട്ട് പണിയെടുത്തതിന് ശേഷം അയാൾ ഒരുവിധം എല്ലാ കാര്യങ്ങളൊക്കെ ചെയ്തു. അയാൾ ലാഭിച്ചെടുത്ത പണം ഉണ്ടല്ലോ, അതും കുറച്ച് കടം കൂടി വാങ്ങിയിട്ട് അയാൾ ഒരു 80 ലക്ഷത്തിൻ്റെ വീടുണ്ടാക്കി. ഇപ്പം 80 ലക്ഷത്തിൻ്റെ വീട്ടിൽ അയാളുടെ പ്രായമായ മാതാപിതാക്കളും ഈ 80 ലക്ഷം വീട്ടാൻ വേണ്ടിയിട്ട് അയാൾ അവിടെ പണിയെടുത്തുകൊണ്ടിരിക്കുകയാണ്, ഗൾഫിൽ പണിയെടുത്തുകൊണ്ടിരിക്കുകയാണ്. അപ്പോൾ എന്തിനാണ് നമ്മൾ ഇങ്ങനെ ജീവിക്കുന്നത്? അപ്പോൾ നമ്മൾ ഇതൊന്നും വേണ്ട എന്നല്ല പറയുന്നത്. ഇതെല്ലാം നമ്മൾ തീരുമാനം എടുക്കുന്നതിന് മുമ്പ് നമ്മൾ നമ്മുടെ കപ്പാസിറ്റി ഒന്ന് നോക്കണം. നമുക്ക് എങ്ങനെയുള്ള വീടാണ് വേണ്ടത് എന്ന് നോക്കണം. ഉദാഹരണത്തിന് ഈ 80 ലക്ഷത്തിൻ്റെ ആ വീട് എടുത്ത ഒരാളുടെ കാര്യം നമ്മൾ നോക്കാം. ആ 80 ലക്ഷത്തിൻ്റെ വീടെടുത്ത ആൾ, അയാൾക്ക് പ്രായമായ ആ മാതാപിതാക്കൾ മാത്രമാണ് ഉള്ളതെങ്കിൽ, അവരാണ് അവിടെ താമസിക്കാൻ പോകുന്നതെങ്കിൽ, അയാൾക്ക് എന്തുകൊണ്ട് ഒരു 30 ലക്ഷത്തിൻ്റെയോ 40 ലക്ഷത്തിൻ്റെയോ വീടെടുത്തിട്ട് ബാക്കി പണം കുറച്ച് ഡിജിറ്റൽ ഗോൾഡിലോ കുറച്ച് മ്യൂച്വൽ ഫണ്ടിലോ കുറച്ച് സ്റ്റോക്കിലോ ഇട്ടിരുന്നെങ്കിൽ ഈ പണം നാളെ അയാൾക്ക് ഉപകാരമാവില്ലേ? ഈ 80 ലക്ഷം അയാൾക്ക് എങ്ങനെ ഉപകാരമാവാനുള്ളത്? അപ്പോൾ അയാൾക്ക് ഒരു രീതിയിൽ ഉപകാരമാകാൻ പോകുന്നില്ല. അപ്പോൾ നമ്മൾ വീട് വയ്ക്കുമ്പോൾ എപ്പോഴും ഈ ഒരു പോയിന്റ് എപ്പോഴും മനസ്സിൽ വെക്കണം. ഇത് എൻ്റെ സാമ്പത്തിക സ്വാതന്ത്ര്യത്തെ തകർക്കുമോ എന്ന പോയിന്റ് എപ്പോഴും നമ്മൾ മനസ്സിൽ വെക്കണം. പിന്നെ നമ്മൾ ഇനി ഇത് എപ്പോഴും പറയുന്ന ഒരു പോയിന്റാണ്, ഇത് മക്കൾക്ക് വേണ്ടിയാണ്. മക്കൾക്ക് വേണ്ടിയാണെന്ന് പറയുന്നത് നിങ്ങൾക്ക് ഉറപ്പുണ്ടോ ഈ മക്കൾ നാളെ ഈ വീട്ടിൽ നിൽക്കാൻ പോകുന്നതെന്ന്? കേരളത്തിലൊരു കണക്കെടുത്ത് നോക്കിക്കഴിഞ്ഞാൽ എത്രയോ വീടുകൾ ഇപ്പോൾ അടഞ്ഞു കിടക്കുകയാണ് ആരുമില്ലാണ്ട്. ഇനിയോ അധിക വീടുകളിലും പ്രായമായവർ മാത്രമായിട്ട് വന്നുകൊണ്ടിരിക്കുകയാണ്. മക്കൾ വേറെ എങ്ങോട്ടെങ്കിലും പോയി. അപ്പോൾ ഈ പോകുന്ന മക്കൾക്ക് വേണ്ടിയിട്ടാണ് അയാളുടെ ജീവിതം മുഴുവൻ കളഞ്ഞു വിളിച്ചത്. അപ്പോൾ നമ്മൾ കുറച്ച് പ്രാക്ടിക്കലായി ചിന്തിക്കണം, ഇമോഷണലായി ചിന്തിച്ചാൽ പോരാ. കാരണം മക്കൾ പ്രാക്ടിക്കലാണ്. മക്കൾ ഈ പലപ്പോഴും കാനഡയ്ക്കോ UK അല്ലെങ്കിൽ വേറെ എവിടെയെങ്കിലും മൈഗ്രേറ്റ് ചെയ്ത് പോകാനോ അല്ലെങ്കിൽ വേറെ ഏതെങ്കിലും സ്ഥലത്തേക്ക്, കാരണം അവരെ നമുക്ക് ബ്ലോക്ക് ചെയ്യാനും പറ്റില്ല. കാരണം അത് അവരുടെ സ്വപ്നമാണ്. അവർ മെച്ചപ്പെട്ട ജീവിത സാഹചര്യങ്ങൾക്ക് വേണ്ടിയും അവരുടെ ലൈഫിൻ്റെ ഉന്നതിക്ക് വേണ്ടിയും അവർ പോവുകയാണ്. അതിന് നമ്മൾ കുറ്റം പറയാൻ പറ്റില്ല, അത് അവർ ചെയ്യണം. പക്ഷേ നമ്മൾ ഇങ്ങനെ ഇവർ ചെയ്യുമെന്ന ഒരു ചിന്ത ഇപ്പോഴുള്ള പ്രവാസികളുടെ മനസ്സിലും വേണം. അല്ലാതെ എല്ലാം കൊണ്ടുപോയിട്ട് നമ്മളിങ്ങനെ ജീവിതം ഹോമിച്ച് ജീവിതം കളഞ്ഞ് നമ്മൾ ഗൾഫിൽ കഷ്ടപ്പെട്ടിട്ട് അടിസ്ഥാനപരമായിട്ട് നമുക്ക് അവസാനം കിട്ടുക ഷുഗറും പ്രഷറും മനസ്സമാധാനം ഇല്ലായ്മയും ആരോഗ്യ പ്രശ്നങ്ങൾ മാത്രമായിരിക്കുമെന്നാണ് പറഞ്ഞു വരുന്നത്. സാർ ഇപ്പോൾ മക്കളുടെ കാര്യം പറഞ്ഞല്ലോ, മക്കളുടെ പഠനമുണ്ട്, മക്കളുടെ വിവാഹമുണ്ട്, ഇതിനൊക്കെ വേണ്ടി മാതാപിതാക്കൾ വലിയൊരു തുക ചെലവഴിക്കാറുണ്ട്. അതുപോലെ തന്നെ ഒരു വീടും കൂടെ വരുമ്പോൾ ഈ പ്രവാസിക്ക് ഭയങ്കര ശ്വാസം മുട്ടുന്ന ഒരു അനുഭവമായിരിക്കുമല്ലോ. എങ്ങനെയാണ് ഇതൊക്കെ മാനേജ് ചെയ്യാൻ വേണ്ടിയിട്ട് പറ്റുക? നമുക്ക് ലോകത്തെ ഏറ്റവും വലിയ ലക്ഷറി എന്ന് പറയുന്നത് എന്താ അറിയോ? കടമില്ലാത്ത അവസ്ഥയിൽ നാട്ടിൽ താമസിക്കാൻ കഴിയുക എന്ന് പറയുന്നതാണ് ഈ ലോകത്തിൽ ഇന്ന് ലഭ്യമായതിൽ വെച്ച് ഏറ്റവും വലിയ ലക്ഷറി. കടം എന്ന് പറയുന്നത് എപ്പോഴും നമുക്ക് സമ്മർദ്ദം ഉണ്ടാക്കുന്ന കാര്യമാണ്, പ്രത്യേകിച്ച് ആ കടം അടയ്ക്കാനുള്ള ഉചിതമായ വരുമാന മാർഗം നമുക്കില്ലെങ്കിൽ. അപ്പോൾ തീർച്ചയായിട്ടും നമ്മൾ തിരിച്ചറിയേണ്ടത് എന്താണ് ലയബിലിറ്റി, എന്താണ് അസറ്റ് എന്നാണ്. ഇത് വളരെ വ്യക്തമായിട്ട് നമ്മൾ തിരിച്ചറിഞ്ഞേ പറ്റും. കാരണം ലയബിലിറ്റി എന്ന് പറയുന്നത് നമ്മുടെ ബാധ്യത തന്നെയാണ്. അസറ്റ് എന്ന് പറയുന്നത് നമുക്ക് ഇങ്ങോട്ട് വരുമാനം തരുന്നതാണ് അസറ്റ്, അല്ലേ? ഏത് രീതിയിലാണ് വീട് നമുക്ക് തിരിച്ച് വരുമാനം തരുന്നത്? നേരെ വാടകയ്ക്ക് കൊടുത്തിട്ട് നമ്മൾ കഷ്ടപ്പെട്ട് വീടുണ്ടാക്കിയിട്ട് ആ വീട് വാടകയ്ക്ക് കൊടുത്തിട്ട് നമ്മൾ വാടകയ്ക്ക് പോയി താമസിക്കാനാണോ പറയുന്നത്? അല്ല. കാരണം അതുകൂടാതെ വീടിന് വേണ്ടി നമ്മൾ എന്താണ്, മെയിൻ്റനൻസ് ചാർജ് ഉണ്ട്, മറ്റു പല ചാർജുകളും നമ്മൾ വീടിന് ചിലവാക്കുന്നുണ്ട്. തീർച്ചയായിട്ടും വീടിന് വേണ്ടി നമ്മൾ അങ്ങോട്ടാണ് പണം ചിലവാക്കുന്നത്. അപ്പോൾ അങ്ങോട്ട് പണം ചിലവാക്കുന്ന, ഉദാഹരണത്തിന് 80 ലക്ഷത്തിന് നേരത്തെ നമ്മൾ പറഞ്ഞ അതേ ഉദാഹരണത്തിലേക്ക് തന്നെ വരാം. അയാൾ 80 ലക്ഷത്തിന് പകരം അയാൾക്ക് മിനിമം 2 പേര് മാത്രം താമസിക്കുന്ന ഒരു വീടാണെന്ന് അയാൾക്ക് ഏകദേശം ബോധ്യമായാൽ അയാൾ ഒരു 40 ലക്ഷത്തിൻ്റെ വീട് വെച്ചാൽ മതിയായിരുന്നു. പിന്നെ എന്തിനാണ് അയാൾ 80 ലക്ഷത്തിൻ്റെ വീട് വെച്ചത്? നാട്ടുകാരെ ബോധിപ്പിക്കാൻ, ഗൾഫുകാരൻ്റെ വീടാണെന്ന് കാണിക്കാൻ. ചിലപ്പോൾ ഒരു പക്ഷേ കുട്ടിക്കാലത്ത് ഒരു കുഞ്ഞു വീട്ടിൽ താമസിക്കുമ്പോൾ അയാളുടെ സ്വപ്നങ്ങളുണ്ടാവും അയാൾക്ക് വലിയൊരു വീട്ടിൽ താമസിക്കണമെന്ന്. ഇത്തരം ഈ സ്വപ്നങ്ങൾ വേണ്ടാന്നല്ല പറയുന്നത്. ആ സ്വപ്നങ്ങൾ നമ്മളെ മൊത്തത്തിൽ നമ്മുടെ സാമ്പത്തിക സ്വാതന്ത്ര്യം ഇല്ലാതാക്കുമെങ്കിൽ ആ സ്വപ്നങ്ങളിൽ കുറച്ച് കോംപ്രമൈസ് ചെയ്തിട്ട് 80 ലക്ഷത്തിന് പകരം 40 ലക്ഷത്തിന് വീട് വെച്ചാൽ പോരെ? ബാക്കിയുള്ള 40 ലക്ഷം ഫലപ്രദമായിട്ട് എവിടെയെങ്കിലും നിക്ഷേപിച്ചാൽ പോരെ? ആ 40 ലക്ഷത്തിനെ നമുക്ക് അസറ്റാക്കി മാറ്റാൻ പറ്റുമെങ്കിൽ കാലിയായിട്ട് ഗൾഫിൽ നിന്ന് തിരിച്ചു വന്ന് ഇരിക്കേണ്ടി വരില്ല. കാരണം ഈ 40 ലക്ഷം അവനെ നാളെ നോക്കിക്കോളും. അവൻ നാളെ മറ്റന്നാൾ ജീവിക്കാനുള്ള 40 ലക്ഷം അവൻ്റെ കയ്യിൽ കാണും. പക്ഷെ ആളുകളെ ബോധിപ്പിക്കാൻ വേണ്ടി നമ്മൾ ഈ സിമൻറ്റ് കൊട്ടാരങ്ങൾ കെട്ടിപ്പണിയുമ്പോൾ
നമ്മുടെ ലൈഫാണ് പോകുന്നത്. പിന്നെ നമ്മൾ 55-ാം വയസ്സിൽ തിരിച്ചു വന്നിട്ട് ആ വലിയ വീടിൻ്റെ ഏതെങ്കിലും ഒരു മൂലയിൽ ആരാലും ശ്രദ്ധിക്കപ്പെടാതെ, കാരണം അതിനിടയിൽ കൾച്ചറൊക്കെ ഏറെ മാറിക്കഴിഞ്ഞിട്ടും പിള്ളേർക്കൊന്നും നമ്മളെ നോക്കാൻ നേരം കാണില്ല, പേരക്കുട്ടികൾ വേറെ, നമ്മൾ വൈബ് സെറ്റ് ആവില്ല വേറെ കുട്ടിക്ക്. അപ്പോൾ ആ രീതിയിൽ ആരാലും ശ്രദ്ധിക്കപ്പെടാതെ ആ മൂലയിൽ പ്രഷറും ഷുഗറും മറ്റു ആരോഗ്യ പ്രശ്നങ്ങളുമായിട്ട് ഒരു പക്ഷേ ഭാര്യ ഉണ്ടെങ്കിൽ ഭാര്യയോട് സംസാരിച്ച്, അല്ലെങ്കിൽ ഭാര്യ ഉണ്ടെങ്കിൽ തന്നെ ഭാര്യയും വേറെ വൈബിലായിരിക്കും. കാരണം എന്താ, ഈ ഭർത്താവ് ഇല്ലാതെ 10, 30, 40 വർഷം ജീവിച്ച ഭാര്യ നാട്ടിലെ ഒരു വൈബിൽ സെറ്റായിരിക്കും. ഇയാൾ വാസ്തവത്തിൽ അവിടെ അത്രമാത്രം സ്വീകാര്യനായിരിക്കില്ല. കാരണം എന്താ, ഇയാൾ വ്യക്തമായ ഒരു സാമ്പത്തിക ഭദ്രതയോടുകൂടി തിരിച്ചു വന്ന ആളൊന്നല്ല. അപ്പോൾ ഒരുപക്ഷെ മക്കളെ ആശ്രയിച്ചായിരിക്കും അയാൾ മുന്നോട്ടുള്ള ജീവിതം ജീവിക്കാൻ പോകുന്നത്. തീർച്ചയായിട്ടും ഒറ്റപ്പെട്ട ഒരു ജീവിതത്തിലേക്കായിരിക്കും അയാൾ പോകുന്നത്. അപ്പോൾ ഇതൊക്കെ മുൻകൂട്ടി കാണാൻ നമുക്ക് പറ്റണം. നമ്മൾ ഈ ചെലവുകളെല്ലാം നടത്തുമ്പോൾ നമ്മൾ ആ ചോദ്യം വീണ്ടും ചോദിക്കണം, ഞാൻ ഈ ചെലവുകൾ നടത്തിക്കഴിഞ്ഞാൽ അതെൻ്റെ സാമ്പത്തിക സ്വാതന്ത്ര്യത്തെ ബാധിക്കുമോ എന്ന് നമ്മൾ അനലൈസ് ചെയ്ത് നോക്കിക്കൊണ്ടേയിരിക്കണം. അതുപോലെ പ്രവാസ ജീവിതം അവസാനിപ്പിക്കാൻ പറ്റാത്ത രീതിയിൽ EMI ട്രാപ്പിൽ പെട്ടുപോകുന്ന കുറേയധികം ആളുകളുണ്ട്. അവർക്കിപ്പോൾ ആരോഗ്യവും ഉണ്ടാവത്തില്ല, അവരുടെ കട ഒട്ട് തീരുകയും ചെയ്യില്ല. ഈ ഒരു സമയത്ത് അവർ പെട്ടുപോയി, ഇനി അവർക്ക് എന്താണ് ചെയ്യാൻ പറ്റുക? ലോണിൽ പെട്ടുപോയ ആൾക്കാരാണ് അവർക്ക് ഇനി EMI ട്രാപ്പിൽ പെട്ടു കഴിഞ്ഞു. ഇനി നമ്മൾ ഇനിയിപ്പോ ഇങ്ങനെ സേവ് ചെയ്യണമെന്നൊന്നും പറയാൻ പറ്റില്ല, ട്രാപ്പിലായല്ലോ. ഇനി അവർക്ക് എന്താണ് ചെയ്യാൻ പറ്റുക? സത്യം പറഞ്ഞാൽ ആളുകൾക്ക് ദേഷ്യം വരും. എന്ന് വെച്ചാൽ നമ്മളിപ്പോൾ റിയാലിറ്റി ചെക്ക് നടത്തി നോക്കുക. നമ്മൾ റിയാലിറ്റി ചെക്ക് നടത്തി നമ്മൾ മനസ്സിലാക്കിയത് എന്താണ്, ഞാൻ ലോണിൻ്റെ ട്രാപ്പിലാണ്, EMI ട്രാപ്പിലാണ്. ഏതാണോ EMI ട്രാപ്പ് ഉണ്ടാക്കുന്നത് അത് അങ്ങോട്ട് വിറ്റ് കളയണം. എന്ന് വെച്ചാൽ എനിക്ക് ഇപ്പം 40,000 രൂപ എൻ്റെ എല്ലാ മാസവും റിക്കറിങ് എക്സ്പെൻസ് വരുന്നുണ്ട്, അല്ലെങ്കിൽ അത് എല്ലാ മാസവും ഞാൻ അടയ്ക്കണം. എനിക്ക് അത്രമാത്രം അടയ്ക്കാനുള്ള കപ്പാസിറ്റി ഇപ്പോൾ ഇല്ല. അതിന് തടസ്സമായി നിൽക്കുന്നത് ആ വീടാണെങ്കിൽ ദുരഭിമാനം കളഞ്ഞിട്ട് ആ വീട് വിൽക്കാൻ നമ്മൾ തയ്യാറാവണം. 10,000 രൂപയ്ക്ക് അന്തസ്സായിട്ട് പോയിട്ട് വാടകയ്ക്ക് താമസിക്കണം. ഇതോടുകൂടി 30,000 രൂപയുടെ ശ്വാസം മുട്ടലിൽ നമ്മൾ രക്ഷപ്പെടും. പറഞ്ഞാൽ ചിലപ്പോൾ ആളുകൾക്ക് ദേഷ്യം പിടിക്കും. കാരണം എന്താ പറയുക, ഇത് ആളുകൾ അംഗീകരിക്കില്ല. ഞാൻ ആളുകൾക്ക് ആ വീട് വിറ്റ് കഴിഞ്ഞാൽ ആളുകൾ എന്നെക്കുറിച്ച് എന്ത് ചിന്തിക്കും, ബന്ധുക്കൾ എന്നെക്കുറിച്ച് എന്ത് ചിന്തിക്കും, എൻ്റെ ഫാമിലി എന്നെക്കുറിച്ച് എന്ത് ചിന്തിക്കും. ഫാമിലിയെ പറഞ്ഞ് ബോധ്യപ്പെടുത്തണം ഈ വീട് വിൽക്കുന്നതാണ് നമുക്ക് ബുദ്ധി എന്നവരെ പറഞ്ഞ് നമ്മൾ ബോധ്യപ്പെടുത്തിയേ പറ്റൂ. അല്ലെങ്കിൽ എന്തെടുക്കും, നമ്മുടെ ബാക്കിയുള്ള ജീവിതം ബാങ്കിനെ നന്നാക്കാൻ വേണ്ടി ജീവിക്കേണ്ടി വരും. നമ്മൾ ഒരിക്കലും നമ്മുടെ EMI നമ്മുടെ വരുമാനത്തിൻ്റെ 30% കൂട്ടരുത്. എന്ന് വെച്ചാൽ 1 ലക്ഷം വരുമാനമുള്ള ഒരാൾ അയാളുടെ EMI എന്ന് പറയുന്നത് 30% താഴെ ആയിരിക്കണം. ഈ ഒരു സങ്കല്പത്തിലായിരിക്കണം നമ്മൾ നമ്മുടെ ലൈഫ് പ്ലാൻ ചെയ്യേണ്ടത്. എന്നാൽ മാത്രമേ നമുക്ക് നമ്മുടെ കയ്യിൽ എന്തായാലും എന്ത് വേണം, എമർജൻസി ഫണ്ട് വേണം. എസ്പെഷ്യലി പ്രവാസിയുടെ കയ്യിൽ എമർജൻസി ഫണ്ട് വേണം. കാരണം ഇറാനും അമേരിക്കയും യുദ്ധം ഉണ്ടായാൽ ഏത് സമയത്താണ്, അല്ലെങ്കിൽ ഏതെങ്കിലും രീതിയിൽ പശ്ചിമേഷ്യയിൽ പ്രശ്നങ്ങൾ ഉണ്ടായിക്കഴിഞ്ഞാൽ ജോലിക്ക് ത്രെട്ട് ഉണ്ടെങ്കിൽ ആ ജോലി കഴിഞ്ഞ് നമ്മൾ നാട്ടിലേക്ക് തിരിച്ചു വന്നാൽ എന്ത് ചെയ്യുന്നൊരു ഉത്തരം വേണം. അപ്പോൾ നമ്മൾ എന്ത് ചെയ്യണം, എല്ലാ ശമ്പളവും EMIയിലേക്ക് മാറ്റി വെച്ച് കഴിഞ്ഞാൽ നമ്മൾ ജോലി പോയി നാട്ടിലേക്ക് തിരിച്ചു വരുമ്പോൾ നമ്മൾ എന്ത് ചെയ്യും? അപ്പോൾ അതിനേക്കാൾ നല്ലത് നമ്മൾ EMI അടയ്ക്കുന്ന സമയത്ത് തന്നെ നമുക്ക് ഒരു എമർജൻസി ഫണ്ട് അപ്പുറത്ത് ശേഖരിച്ച് വെക്കാൻ പറ്റണം. നേരെ മറിച്ച് ഈ എമർജൻസി ഫണ്ട് ഇല്ലാത്ത ഒരാളാണെങ്കിൽ, അയാൾക്ക് EMI മുന്നോട്ട് അടയ്ക്കാൻ പറ്റാത്ത സാഹചര്യമാണെങ്കിൽ, ആ EMIക്ക് കാരണമായ വീട് ഒഴിവാക്കുന്നതിൽ യാതൊരു തെറ്റുമില്ല. ഈ വീട് ഒഴിവാക്കാതെ പെടുന്ന പെടാപ്പാടുണ്ടല്ലോ, അത് അയാളുടെ ജീവിതം കൂടുതൽ ദുസ്സഹമാക്കുകയും ചെയ്യും. കാരണം എന്താ, നാട്ടിൽ വന്നൊരു ജോലി എടുത്ത് അയാൾക്ക് മാസം ഒരു പക്ഷേ 30-40 രൂപ കിട്ടുള്ളൂ. അത് മുഴുവൻ EMIക്ക് പോയി കഴിഞ്ഞാൽ പിന്നെ ബാക്കി മക്കളുടെ പഠനമുണ്ട്, മറ്റു ആവശ്യങ്ങളുണ്ട്, കടം വാങ്ങാനും ഫുള്ള് റോളിംഗ് ആയിരിക്കും. അത് മനസ്സമാധാനം മുഴുവൻ തകർക്കും, ആരോഗ്യ പ്രശ്നങ്ങൾ ഉണ്ടാക്കും. ഷിനോദ് സാർ ഇപ്പോൾ ഈ പറഞ്ഞതൊക്കെ മനസ്സിൽ വെച്ചിട്ട് തന്നെ ചോദിക്കട്ടെ, 2026 എന്ന് പറയുന്ന ഒരു വർഷത്തിലൂടെ നമ്മൾ കടന്നു പോകണം. ഒരു റിയാലിറ്റി ഉണ്ട്. നമ്മൾ ഈ റിയാലിറ്റിയിലേക്ക് വന്നു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ഇപ്പോൾ വിലക്കയറ്റമാണ്, പലിശ കൂടുന്നു. ഈ ഒരു സാഹചര്യത്തിൽ ആർക്കൊക്കെ ലോൺ എടുത്ത് വീട് വെക്കാൻ വേണ്ടിയിട്ട് സാധിക്കും? ഇത് സിമ്പിളാണ്. നേരത്തെ പറഞ്ഞു നമുക്ക് എത്ര വരുമാനം ഉണ്ടെന്ന് നമ്മൾ ആദ്യം ആലോചിക്കുന്നു. അപ്പോൾ നമുക്ക് വരുമാനം എന്ന് പറയുന്നത് ഇപ്പോൾ 1 ലക്ഷം ശമ്പളം, ഒരു നാട്ടിലെ ഒരു ശരാശരി ശമ്പളം ഗൾഫിൽ നമ്മൾ 1 ലക്ഷം എടുക്കുക. അപ്പോൾ ആ 1 ലക്ഷത്തിൽ 30% എന്ന് പറയുന്നത് 30,000 തന്നെയാണല്ലോ. 30,000 EMI കൊടുക്കണമെങ്കിൽ നമുക്ക് 35 ലക്ഷത്തിൻ്റെ വീടെടുക്കാം. ഒരു സിമ്പിൾ. അപ്പോൾ 1 ലക്ഷം ഉള്ള ഒരാൾക്ക്, 1 ലക്ഷം വരുമാനമുള്ള ഒരാൾക്ക് 35 ലക്ഷത്തിൻ്റെ വീടെടുക്കാം. പക്ഷേ ഇപ്പോൾ അതിലെ സ്ഥിതി, അവിടെ 60,000 മാസം ശമ്പളം വാങ്ങുന്നവൻ 1 കോടിയുടെ വീടാണ് നാട്ടിലെടുക്കുന്നത്. അപ്പോൾ ഈ ഒരു ചിന്ത മനസ്സിലുണ്ടായാൽ മതി. 30% മാത്രമേ എന്ത് ചെയ്യാൻ പറ്റുള്ളൂ, നമ്മൾ EMI ആയിട്ട് കൊടുക്കുമെന്ന് തീരുമാനിക്കണം. വേറൊന്ന്, നമ്മൾ എപ്പം വീടുണ്ടാക്കാൻ തീരുമാനിക്കണം എന്നറിയോ?
നമ്മുടെ കയ്യിൽ ആ വീടുണ്ടാക്കാനുള്ള 40% പണം റെഡി ആയി കഴിഞ്ഞാൽ മാത്രമേ നമ്മൾ വീടുണ്ടാക്കാൻ വേണ്ടിയിട്ട് നമ്മൾ മുന്നിട്ടിറങ്ങാൻ പറ്റൂ. അങ്ങനെ വന്നു കഴിഞ്ഞാൽ അത് നമുക്ക് പകുതി നമ്മളെ സേഫ് ആക്കി. കാരണം പകുതി പണം നമ്മുടെ കയ്യിലുണ്ടല്ലോ. അപ്പോൾ നമ്മൾ എന്ത് ചെയ്യണം? ജോലി ചെയ്ത് ഏകദേശം കുറച്ച് പണം നമ്മുടെ കരുതൽ ധനം നമ്മുടെ കയ്യിലായതിനു ശേഷം വേണം നമ്മൾ ഈ വീട് പണിയിലേക്ക് നോക്കാൻ. അല്ലാണ്ട് ഇന്ന് ഗൾഫിലേക്ക് പോയി 2 ആഴ്ച 3 ആഴ്ച കഴിഞ്ഞിട്ട് ശമ്പളം കിട്ടി തുടങ്ങിയ ഉടൻ തന്നെ എന്ത് ചെയ്യാണ്? ഒരു 80 ലക്ഷത്തിൻ്റെ 1 കോടിയുടെ വീട് ഉണ്ടാക്കാൻ വേണ്ടി പണി തുടങ്ങിക്കഴിഞ്ഞാൽ നാളെ മറ്റന്നാൾ ഈ ജോലി പോയി കഴിഞ്ഞാൽ ഇവൻ്റെ മൊത്തം പ്ലാൻ തെറ്റും. അപ്പോൾ നമ്മൾ എന്ത് ചെയ്യുക? പടിപടിയായിട്ട് പ്ലാൻ ചെയ്ത് വേണം ചെയ്യാൻ. പിന്നെ നമ്മൾ ഒരിക്കലും നമ്മുടെ ശമ്പളത്തിൻ്റെ ഒരു 50 മടങ്ങിലധികമുള്ള വീട് ഉണ്ടാക്കാതിരിക്കുന്നതാണ് ബുദ്ധി. എങ്ങനെ? 1 ലക്ഷം ശമ്പളം വാങ്ങുന്ന ഒരാൾക്ക് ഒരു 50 ലക്ഷം വരെയുള്ള വീട് വെക്കാം. അപ്പോൾ നമ്മുടെ ശമ്പളത്തിന് 50 കൊണ്ട് ഗുണിച്ചിട്ട് നമുക്കൊരു വീട് വെക്കാം. ഇപ്പം 30,000 ശമ്പളം വാങ്ങുന്ന ഒരാൾക്ക് കണക്കപ്പം തെറ്റൂ അല്ലേ? 15 ലക്ഷത്തിന് വീട് ഉണ്ടാക്കും. മലയാളിക്ക് 15 ലക്ഷത്തിന് വീട് ഉണ്ടാക്കുക എന്ന് പറഞ്ഞാൽ ആലോചിക്കാൻ പോലും പറ്റില്ല. അവൻ്റെ മിനിമം സങ്കല്പം എന്ന് പറയുന്നത് ഇപ്പോൾ ഒരു 30 ലക്ഷം 40 ലക്ഷം ഏറ്റവും ചുരുങ്ങിയ വീട്. പക്ഷെ ഈ ഒരു 30, 40, 50 എന്ന് പറയുന്ന ഒരു ഫോർമുല നമ്മൾ കീപ്പ് ചെയ്യുകയാണെങ്കിൽ നമുക്ക് ഒരു പരിധി വരെ നമുക്ക് ലൈഫിൽ വലിയ ടെൻഷൻ കാണില്ല. ഒന്ന് 30% EMI എന്ന് പറയുന്ന 30% ഉള്ളിൽ ഒതുങ്ങണം. മറ്റൊന്ന് 40% പണമെങ്കിലും നമ്മുടെ കയ്യിൽ വേണം. ഏറ്റവും അവസാനത്തെ പോയിന്റ് എന്ന് പറയുന്നത് നമ്മുടെ ശമ്പളത്തിൻ്റെ എത്രയാണോ നമ്മുടെ ശമ്പളം, ആ ശമ്പളത്തിൻ്റെ 50 മടങ്ങിനുള്ള വീട് നമ്മൾ നോക്കിയാൽ മതി. അതിലധികം വീട് നമ്മൾ കൊതിക്കുന്നത് നമ്മുടെ സാമ്പത്തിക ഭദ്രത തകർക്കും, നമ്മുടെ സമാധാനം തകർക്കും, മാനസിക സമാധാനം തകരുന്നതോടുകൂടി ആരോഗ്യവും തകർക്കും. അവസാനം നമ്മളെന്താണ്? ഈ ഒരു വീടുണ്ടാക്കാൻ വേണ്ടി ജീവിതം മുഴുവൻ കളഞ്ഞ പോലെ ആയിരിക്കും. എമർജൻസി ഫണ്ട് ഇല്ലാതെ നമ്മൾ ഒരു ലോൺ എടുക്കുന്നത് ലൈഫ് ജാക്കറ്റ് ഇല്ലാതെ നടുക്കടലിൽ ചാടുന്ന പോലെയാണ്. കാരണം നമ്മൾ ഒരിക്കലും നമുക്ക് എന്ത് ചെയ്യാൻ പറ്റില്ല, നീന്തി കരക്കെടുക്കാൻ പറ്റില്ല, ബുദ്ധിമുട്ടായിരിക്കും. കാരണം എപ്പോഴാണ് ജോലി പോകുകയെന്നറിയില്ല. അല്ലെങ്കിൽ നമ്മൾ നമ്മുടെ വരുമാനം എപ്പോഴാണ് നിൽക്കുക നമുക്ക് അറിഞ്ഞുകൂടാ. എസ്പെഷ്യലി പ്രൈവറ്റ് മേഖലയിൽ നമ്മുടെ ജോലി അത്ര സ്ഥിരമുള്ള ജോലിയൊന്നുമല്ല. അപ്പോൾ നമ്മൾ എന്ത് ചെയ്യണമെന്ന് വെച്ചാൽ നമ്മുടെ കയ്യിൽ എപ്പോഴും നമുക്കൊരു ജോലി പോയാലും വേറൊരു ജോലി കണ്ടെത്താൻ 6 മാസമോ 1 വർഷമോ എടുക്കുമെങ്കിൽ ആ ഒരു എമർജൻസി ഫണ്ട് നമ്മുടെ കയ്യിൽ എപ്പോഴും വേണം. പിന്നെ നമ്മൾ ഒരിക്കലും, ചിലർക്ക് നമ്മളോടൊപ്പം തർക്കിക്കും. ഈ വീഡിയോയ്ക്ക് താഴെ തന്നെ ചിലപ്പോൾ കമൻറ്റ് വരും, എന്താണ് വീടെന്ന് പറയുന്നത് അസറ്റല്ലേ, നിങ്ങൾ എന്താണ് പറയുന്നത്? അസറ്റ് എന്ന് പറയുന്നത് തീർച്ചയായിട്ടും നമുക്ക് ഇങ്ങോട്ട് പണം തരുന്നതാണ് അസറ്റ്. അല്ലാത്തത് നമുക്ക് അസറ്റായിട്ട് കാണാൻ പറ്റില്ല. വീട് നമുക്ക് വീട് അങ്ങോട്ട് പണം കൊടുക്കുന്നൊരു സംഗതിയാണ്. വേറെ നീ പറയുകയാണെങ്കിൽ ആലോചിച്ച് നോക്ക്, 80 ലക്ഷത്തിൻ്റെ വീട് നമ്മൾ പണിയുമ്പോൾ ആ 80 ലക്ഷം എന്ന് പറയുന്ന സാധനം പിന്നെ ഒന്നിനും കൊള്ളാതെ ലോക്കായി കിടക്കുകയാണ്. അതുകൊണ്ട് യാതൊരു കാര്യം പിന്നെ നടക്കൂല. കാരണം എന്താ? ഒന്ന്, നാളെ മറ്റന്നാളെ സ്ഥലത്തിൻ്റെ വില കൂടുമല്ലോ എന്ന് പറയുന്ന ആൾക്കാരുണ്ട്. എന്നിട്ട് എന്താ, വീട് വിൽക്കാൻ പോകണോ? അല്ല, ആ വീട് നമ്മൾ വിൽക്കൂല. അപ്പോൾ നമ്മൾ സ്ഥലത്തിൻ്റെ വില കൂടി എന്നതുകൊണ്ട് അത് നമുക്ക് യാതൊരു റിട്ടേണും തരുന്നില്ല. അല്ലെങ്കിൽ നിങ്ങൾ എന്ത് ചെയ്യുക, ഒരു വീട് നമ്മൾ വെക്കുന്നു, പിന്നെ 5 കൊല്ലം കഴിഞ്ഞ് സ്ഥലത്തിൻ്റെ വില കൂടി ആ വീട് വിൽക്കുന്നു, എന്നിട്ട് ആ പ്രോഫിറ്റ് എടുക്കുന്നു, പിന്നെ അടുത്ത സ്ഥലത്ത് പോയിട്ട് വേറെ വീട് വെക്കുന്നു, പിന്നെ ഇല്ല. കാരണം എന്താ, ഇവിടെ ഈ 5 വർഷം കഴിഞ്ഞ് നമ്മൾ വീട് വിൽക്കുമ്പോൾ അപ്പുറത്ത് പുതിയ വീട് ഉണ്ടാക്കാൻ പോകുമ്പോൾ എന്താണ്, ഈ എക്സ്പെൻസ് അതിനേക്കാൾ കൂടും. ഇനി ഇതൊക്കെ കഴിഞ്ഞ് എൻ്റെ മക്കൾക്ക് കൈമാറി കൊടുക്കും, ആ മക്കൾ ഇവിടെ നിൽക്കാൻ പോകുന്നുണ്ടോ? ഇല്ല. അതിനൊക്കെ നമ്മൾ കളഞ്ഞു വിളിച്ചത് എന്താണ്? നമ്മുടെ ജീവിതമല്ലേ. അപ്പോൾ തീർച്ചയായിട്ടും അസറ്റാണ് എന്ന് പറയുന്ന സംഗതി, അസറ്റ് അല്ല എന്ന് പറയുന്ന സംഗതി, 2 വാദങ്ങളുണ്ടെങ്കിൽ പോലും വീട് അതിലധികം പണം ചെലവഴിക്കുന്നത് നഷ്ടമാണ് എന്ന് എല്ലാവരും അംഗീകരിക്കുന്ന കാര്യമാണ്. ചിലരെങ്കിലും പറയുന്നുണ്ട് ലോങ് വിഷനോട് കൂടി നല്ല സ്ഥലത്ത് വീട് വാങ്ങുന്നത് അപ്രിസിയേഷൻ കൂട്ടും എന്നൊക്കെ പറയുന്നുണ്ട്. ഉദാഹരണത്തിന് ഇൻഫോ പാർക്കിൻ്റെ 4th ബ്ലോക്ക് വരുന്നു, 4th ഫേസ് വരുന്നു. ആ 4th ഫേസിനടുത്ത് നമ്മളിപ്പോൾ പോയിട്ട് ഒരു 5 സെൻറ്റ് സ്ഥലവും ഒരു വീടും വെക്കുകയാണെങ്കിൽ നമുക്ക് 5 കൊല്ലം കഴിഞ്ഞാൽ ആ സ്ഥലത്തിന് ഇരട്ടി വില കിട്ടും. സംഗതി ശരിയാണ്. ചില സ്ഥലങ്ങൾ അപൂർവമായിട്ട് അത്ര അപ്രിസിയേഷൻ കിട്ടും. അപ്പോഴും നമ്മുടെ ലക്ഷ്യം അവിടെ താമസിക്കാനാണെങ്കിൽ നമ്മൾ വില കൂടിയാൽ അവിടെ വിൽക്കാൻ പോകുന്നില്ല, നമ്മൾ അവിടെ തന്നെ താമസിക്കാൻ പോകുന്നത്. അപ്പോൾ നമുക്ക് വില കൂടിയ ഞാൻ വില കൂടിയ വീട്ടിലാണ് താമസിക്കുകയെന്ന് പറയാൻ മാത്രമേ ഉള്ളൂ. നമുക്ക് യാതൊരു ബെനിഫിറ്റും കിട്ടുന്നില്ല. നേരെ മറിച്ച് നമ്മളൊരു കച്ചവടക്കാരനാണെങ്കിൽ ഇറ്റ്സ് ഓക്കെ. നമ്മൾ ആ വില കൂടിയ സ്ഥലത്ത് വില കൂടിയ സാധനം വിൽക്കുന്നു, നമ്മൾ വേറെ സ്ഥലത്ത് പോയി വീട് വാങ്ങുന്നു, നമ്മളത് ഒരു വീട് ഉണ്ടാക്കി വിൽക്കുന്ന ആളാണെങ്കിൽ ഇറ്റ്സ് ഓക്കെ. പക്ഷെ വീട് നമ്മൾ സ്വന്തമായി താമസിക്കാനാണെങ്കിൽ ഈ ഒരു അസറ്റ് എന്ന സങ്കല്പത്തിൽ വീട് വല്ലാണ്ട് വരില്ല. വളരെ സിമ്പിളായിട്ട് പറയുകയാണെങ്കിൽ നമുക്ക് വേണ്ട അത്യാവശ്യമുള്ള വലുപ്പത്തിൽ ഒരു വീടുണ്ടാക്കുന്നതാണ്
നമ്മുടെ സാമ്പത്തിക ഭദ്രതയ്ക്ക് ഏറ്റവും നല്ലത് ആ 30, 40, 50 എന്ന് പറയുന്ന റൂൾ ഒന്ന് അപ്ലൈ ചെയ്ത് നോക്കിക്കഴിഞ്ഞാൽ കുറച്ചും കൂടി സമാധാനത്തോടെ ജീവിക്കാം. അപ്പം 2026 വീട് വാങ്ങുമ്പോൾ ഒന്ന് ശ്രദ്ധിച്ച് വാങ്ങുക. ആൾക്കാരെ ബോധിപ്പിക്കാൻ വേണ്ടി, നാട്ടുകാരെ ബോധിപ്പിക്കാൻ വേണ്ടി, കുടുംബക്കാരെ ബോധിപ്പിക്കാൻ വേണ്ടി അല്ല വീടുണ്ടാക്കേണ്ടത്. നമുക്ക് ജീവിക്കാനും ഈ പറഞ്ഞ വീട് വന്നിട്ട് നമ്മുടെ മെഡിക്കലിൽ ബില്ല് അടയ്ക്കില്ല എന്ന് വെച്ചാൽ വയസ്സുകാലത്ത് ആശുപത്രി കിടക്കുമ്പോൾ വീട്ടിൽ നിന്ന് ടൈൽസ് ഊരി കൊണ്ടുപോയിട്ട് ആശുപത്രി കൊടുത്തൊരു സംഭവം നടക്കൂല. നമുക്ക് പൈസ നമ്മുടെ കയ്യിൽ വേണം. ഈ ഒരു ബോധം മാത്രം ഉണ്ടായാൽ മതി ബേസിക്കായിട്ട്. ഷിനോദ് സാറ് പറഞ്ഞതുപോലെ തന്നെ 30, 40, 50 എന്ന റൂള് നമ്മുടെ മനസ്സിൽ എപ്പോഴും ഉണ്ടായിരിക്കണം. ഈ വിലക്കയറ്റം കൂടുന്ന സമയത്ത്, പലിശ നിരക്ക് കൂടുന്ന സമയത്ത് ലോൺ എടുത്ത് വീട് വെച്ച് നമ്മുടെ മനസ്സമാധാനം നമ്മൾ കളയരുത്. വൈകാരികമായി ചിന്തിക്കാതെ പ്രാക്ടിക്കലായി തന്നെ തിങ്ക് ചെയ്യാൻ വേണ്ടി നമ്മൾ ശ്രമിക്കണം. അതുപോലെ തന്നെ വലിയ കടബാധ്യതയുള്ള കൊട്ടാരത്തേക്കാൾ കടബാധ്യതയൊന്നും ഇല്ലാത്തൊരു ചെറിയ വീടാണ് നല്ലതെന്ന് നമ്മൾ മനസ്സിലാക്കി മുന്നോട്ട് പോവുകയാണ് വേണ്ടത്. സാമ്പത്തിക അച്ചടക്കത്തോടെ കാര്യങ്ങൾ പ്ലാൻ ചെയ്താൽ നിങ്ങൾക്ക് നല്ലൊരു ഭാവി മനോഹരമായി ജീവിച്ചു തീർക്കാൻ വേണ്ടി സാധിക്കും. വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും മറക്കരുത്. മറ്റൊരു ടോപ്പിക്കുമായി അടുത്ത എപ്പിസോഡിൽ കാണാം. നന്ദി.